ബിഗ് ബോസ് മലയാളം സീസൺ 6 ഫിനാലെ വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, രാവിലെയും ഉച്ച സമയത്തും വൈകുന്നേരവും ഒന്നും കാണുന്ന കാഴ്ചയല്ല. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലാണ് രാത്രി സമയങ്ങളിൽ വോട്ടിംഗ് ലൈൻസ്, അതായത് ഒരു ദിവസത്തെ വോട്ടിംഗ് ലൈൻസ് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് നമുക്ക് ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കണ്ടസ്റ്റൻസിന് വോട്ടും കാര്യങ്ങളൊക്കെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എല്ലാ കണ്ടസ്റ്റൻസിന്റെയും പോളിംഗും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിന്റെ ടൈറ്റിൽ വിന്നർ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിൽ ചെന്ന് അവരുടെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇതുപോലുള്ള അൺഒഫീഷ്യൽ സൈറ്റുകളിലൊക്കെ പോയിട്ട് വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥിക്ക് വ്യക്തമായ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വ്യക്തമായിട്ടൊരു ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പിന്നെ എന്തിന് ഞാൻ ചെന്നിട്ട് എൻ്റെ ഒരു വോട്ട് ഹോട്ട്സ്റ്റാറിൽ ഇട്ട് കൊടുക്കണം, അതിന്റെ ആവശ്യമുണ്ടോ? വെറുതെ സമയം കളയാനല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിൽ മാത്രം നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കും. അതല്ല വേണ്ടത്. രാത്രി സമയങ്ങളിൽ വോട്ടിംഗ് ക്ലോസ് ആവുന്നതിന് തൊട്ട് മുന്നായിട്ട് നല്ല രീതിയിൽ എല്ലാ കണ്ടസ്റ്റൻസിനും വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എവിടെന്നാണ് വോട്ട് വന്നതെന്ന് പോലും അറിയില്ല. നമ്മുടെ ഋഷിക്കും ശ്രീധുവിനൊക്കെ ഇഷ്ടംമാരെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റന്റ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ നമുക്ക് വോട്ടിംഗ് പരിശോധിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. അങ്ങനെ 6ാം സ്ഥാനത്ത് നിൽക്കുന്നത് ശ്രീധു ആണ്. ശ്രീധുവിന് വോട്ടിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ മറ്റൊരു കണ്ടസ്റ്റന്റിനെ മറികടന്നു പോകാൻ തക്ക പിന്തുണ ഈ ഒരു സമയത്ത് ശ്രീധുവിനില്ല. അതുകൊണ്ട് തന്നെ ശ്രീധു വിജയിക്കണമെന്ന് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ശ്രീധുവിന് ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റാരുമല്ല, ഋഷിയാണ്. ഋഷി എസ് കുമാറാണ് 5ാം സ്ഥാനത്ത് നിൽക്കുന്നത്. നല്ല രീതിയിലുള്ള വോട്ടും കാര്യങ്ങളൊക്കെ ഋഷിക്ക് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കിട്ടിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. എന്തൊക്കെയായാലും ഋഷി ബിഗ് ബോസ് ഹൗസിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഋഷിക്ക് ഹോട്ട്സ്റ്റാറിൽ ചെന്നിട്ട് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റാരുമല്ല, അഭിഷേക് ശ്രീകുമാർ ആണ്. ഇന്നലെ മുതലേ തന്റെ 4ാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. മുകളിലോട്ട് പോകുന്നുമില്ല, ഇറങ്ങി വരുന്നുമില്ല, അവിടെ തന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ്. 4ാം സ്ഥാനത്ത് അഭിഷേക് ശ്രീകുമാർ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വോട്ടിംഗ് കാര്യങ്ങളൊക്കെ അഭിഷേകിന് കിട്ടുന്നുണ്ട്. അഭിഷേക് വിജയിക്കണമെന്ന് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിൽ ചെന്നിട്ട് അഭിഷേകിന് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് അർജുനാണ്. ഇന്നലെ 2ാം സ്ഥാനത്തായിരുന്നു അർജുന്റെ സ്ഥാനം. ഇന്ന് ജാസ്മിൻ അർജുനെ വെട്ടിച്ചിരിക്കുകയാണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് അർജുനാണ്. അർജുൻ നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ ഈ അവസാന ആഴ്ചയിൽ ക്രിയേറ്റ് ചെയ്തതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ ഒരു വോട്ടിങ്ങിൽ കണ്ടുവരുന്നത്. തീർച്ചയായിട്ടും അർജുൻ വിജയിക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും അർജുന് ഹോട്ട്സ്റ്റാറിൽ ചെന്നിട്ട് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റാരുമല്ല, തന്റെ 2ാം സ്ഥാനം വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടി പിടിച്ചു വെച്ചിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ. നല്ല രീതിയിലുള്ള വോട്ടിങ്ങും കാര്യങ്ങളും ഇന്ന് രാവിലെ മുതൽ ജാസ്മിന് കിട്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് ഹൗസിന്റെ ടൈറ്റിൽ വിന്നർ ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിൽ ചെന്നിട്ട് നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റാരുമല്ല 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ചെയ്ത സമയം മുതൽ 1ാം സ്ഥാനം വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഒരു കണ്ടസ്റ്റന്റിനും വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ ജിൻഡോ മച്ചാൻ. ഈ ഒരു അവസ്ഥയാണ് ഇനി മുന്നോട്ട് പോകുന്ന നാളുകളിലും സംഭവിക്കുന്നതെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ വിന്നർ ആകാൻ മറ്റൊരാളെ നമുക്ക് തപ്പിപ്പോകേണ്ട ആവശ്യകതയില്ല. കാരണം വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ജിൻഡോ വിജയിക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് ജിൻഡോന്റെ വോട്ടിംഗ് ലൈൻസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ജിൻഡോന് വോട്ട് ചെയ്യാതിരിക്കരുത്. ജിൻഡോന് വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജിൻഡോ ഫാൻസ് ആരും വോട്ട് ചെയ്യാതിരിക്കരുത്. തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിൽ ചെന്നിട്ട് നിങ്ങളുടെ വോട്ട് ജിൻഡോന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഭൂരിപക്ഷം ജിൻഡോന് കിട്ടുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും ഹോട്ട്സ്റ്റാറിൽ ചെന്ന് കൃത്യമായിട്ട് വോട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്